Shout out to Hanuman Kind. Shout out to Imbachi. Shout out to Parimal Shais. The movie is fucking amazing. നാളെ മാർക്കോ ഒരു ശകലം താഴെ പോയിട്ടുണ്ട് ഇത് മേളിൽ കയറി പോകും. അമ്മാതിരി പടം. പുള്ളി ഇങ്ങനെ വേവ് കയറി DOP ഒക്കെ ചെയ്ത് ചില്ലെന്ന് പറഞ്ഞു വെടി വെച്ചാലും കൊണ്ടുവരല്ല ഒരേ പൊളിയായിട്ടുണ്ട്. ലാസ്റ്റ് പടം കുറച്ച് താഴോട്ട് പോയിട്ട് ഒരു വല്ലാത്തൊരു കമ്പാക്ക് തന്നെയായിരുന്നു. ഒരു കുഴപ്പമില്ല, അത് അതിനുള്ളേ ഉള്ളൂ. അത് വലിച്ച് നീട്ടിയാൽ എനിക്ക് അറിയില്ല. ഡബിൾ ബാരലിൻ്റെ ഒരു ഡയലോഗ് ഞാൻ കടമായിട്ട് എടുക്കുകയാണ്. അടിയില്ല വെടി മാത്രം. ഇങ്ങനെ എടുക്കണം. ഷൗട്ട് ഔട്ട് ടു ഹനുമാൻ കൈൻഡ്. ഷൗട്ട് ഔട്ട് ടു ഇംബാച്ചി. ഷൗട്ട് ഔട്ട് ടു പരിമൾ ഷൈസ്. ദ മൂവി ഈസ് ഫക്കിംഗ് അമേസിംഗ്. വീട്ടിൽ പറഞ്ഞ ചേട്ടാ ആഷിഖ് കമ്പാക്ക് എല്ലാം നല്ല രസമുണ്ട്. നല്ല പടം, ലൈക്ക് ഒരു തിയേറ്റർ വാച്ച്. നല്ല പടം, കൊള്ളാം. നല്ല കാണും, ഉഗ്രം പടം. പൊന്നേടാ കിടുകൻ പടം. നാളെ മാർക്കോ ഒരു ശകലം താഴെ പോയിട്ടുണ്ട് ഇത് മേളിൽ കയറി പോകും. അമ്മാതിരി പടം. ആഷിഖ് കപൂറിനെ പുള്ളി ഇങ്ങനെ വേവ് കയറി DOP ഒക്കെ ചെയ്ത് കളയുമെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ട്രാക്കുകളായാലും വിഷ്വലായാലും കിടു പടം, അടിപൊളി പടം. പടം നല്ല പടമാണ്. നമുക്ക് 2 മണിക്കൂറുള്ളൂ, പടം 2 മണിക്കൂറുള്ളൂ. പക്ഷേ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. ആഷിഖ് കപൂറിൻ്റെ ഒരു പുതിയൊരു ജോണറിലാണല്ലോ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് പടം കുറച്ച് താഴോട്ട് പോയിട്ട് ഒരു വല്ലാത്തൊരു കമ്പാക്ക് തന്നെയായിരുന്നു. ആരെയും മോശം പറയാനില്ല. ഒരുപാട് പേരുടെ കമ്പാക്ക്, വാണി വിശ്വനാഥ് മാമിൻ്റെയൊക്കെ കമ്പാക്ക്, നമ്മളെ അമലേട്ടൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലുള്ള ആ ഒരു വിഷയ സാധനമാണ്. ആ ഒരു ഫുൾ പവറാണ് ബ്രോ. സിനിമ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ പോയി ടിക്കറ്റ് എടുത്തതാണ് കേട്ടോ. ക്യാറി കൊടുത്തത് കിടിലം പടം. അമൽ നീരത് പടം കണ്ട ഒരു ഫീല് പൊളി, പറയാൻ വാക്കുകളില്ല. ഞാൻ അമിത പ്രതീക്ഷകളില്ലാതെ പോയി കണ്ട ഒരു സിനിമയാണ്. അതുപോലെ തന്നെ മറ്റേ ഡബിൾ ബാരലിൻ്റെ ഒരു ഡയലോഗ് ഞാൻ കടമായിട്ട് എടുക്കുകയാണ്. അടിയില്ല വെടി മാത്രം. 2 മണിക്കൂർ ബ്രോ. ഫസ്റ്റ് ഹാഫ് ഇത്തിരി കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ദാറ്റ്സ് ഇറ്റ്. പിന്നെ അവിടെ ഓരോ സീന് കയ്യടിയാണ് തിയേറ്ററിൽ. ഓരോ സീൻസിൽ കയ്യടിയാണ്. ഓരോ ഡയലോഗ് ആയിക്കോട്ടെ, ആ വെടിവെക്കുന്ന ഷോട്ട് ആയിക്കോട്ടെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊള്ളാം. ഓരോ സീനും കയ്യടി. ആ പടം അവസാനിക്കുമ്പോഴും കൈ അടിച്ചാണ് പ്രേക്ഷകർ ഇറങ്ങണം. പിന്നെ ഒരു മാർക്കോ സത്യം പറയല്ല, ആ ഒരു പടം എങ്ങാനും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് കൊളുത്തും. പക്ഷെ ഞാൻ ഒരു വേറെ കാര്യമുണ്ട്, മാർക്കോയ്ക്ക് ഞാൻ കാത്തിരിക്കുകയാണ്, അത് വേറെ കേസ്. പക്ഷെ എന്നാലും അതെങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ ഈ പടം വേറെ റേഞ്ചാവും. പക്ഷെ ഞാൻ ഇത് അമിത പ്രതീക്ഷയില്ലാതെ പോയി കണ്ടതാണ്. 140 രൂപ കൊടുത്ത് എനിക്ക് സാറ്റിസ്ഫാക്ഷനായി. അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് വളരെ സൂപ്പറായിട്ടുണ്ട്. വേറെ വിജയരാഘവനും വാണി വിശ്വനാഥും ചില്ലെന്ന് പറഞ്ഞു വെടി വെച്ചാലും കൊണ്ടുവരല്ല ഒരേ പൊളിയായിട്ടുണ്ട്. പടം ആക്ഷൻ പാക്ഡാണ്. പടം സ്റ്റോറി വൈസ് അല്ല, മേക്കിംഗ് വൈസ് ആക്ഷൻ പാക്ഡ് ആയിട്ടൊരു പടമാണ്. കാണാം, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. മാർക്കോ നാളെ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഞാനും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഹാഫ് എത്ര പേർക്ക് ഇതാവുമെന്ന് പറഞ്ഞാൽ എനിക്ക് വെച്ച് കോമഡി സംഭവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കൗണ്ടർ, അത് ആ ഒരു ഇത് പല നടന്മാരും പല നടന്മാരും സ്ഥിരം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഈ ട്രോൾ മെറ്റീരിയലായിട്ട് സുരേഷ് കൃഷ്ണ ഇതിൽ അങ്ങനെ എല്ലാവരും പ്രത്യേക സാധനമായിരുന്നു. മറ്റേ ഈ പുള്ളിക്കൊരു പേര് പറഞ്ഞേ, ഒരു പഴയൊരു നടിയുണ്ടായിരുന്നു നമ്മൾ മറ്റേ എം എ നിഷാദ് എന്ന പടത്തിൽ. വാണി വിശ്വനാഥ്, എൻ്റെ അമ്മോ പുള്ളിക്കാരി. അതിലൊരു പറയുന്ന ഡയലോഗുണ്ട്, നിങ്ങൾ പറഞ്ഞ ഒരു വെടിക്കാരിയാണ്. അത് നല്ല 2 സെൻസിലെടുക്കാം. എന്നാൽ പോലും ആ വിഷയമാണ്. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് വെറും പൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളറിങ് പാറ്റേൺ, എഡിറ്റിങ്, ആ ഇതെല്ലാമാണ്. പിന്നെ 10-20 കാസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും റോളുണ്ട്. ഒരു കുഴപ്പമില്ല, അത് അതിനുള്ളേ ഉള്ളൂ. അത് വലിച്ച് നീട്ടിയാൽ എനിക്ക് അറിയില്ല. കാരണം ഏതാണ്ട് ഇൻ്റർവെല് 1:25 1:30 അകത്തുണ്ട്. മറ്റത് 3/4 മണിക്കൂറും ഇല്ല. പക്ഷേ മതി, എന്നുള്ളേ ഉള്ളൂ. അറിയില്ല ബ്രോ, മാർക്കോൻ്റെ റിവ്യൂ ഒന്നാലും അറിയാൻ പറ്റും. പക്ഷേ മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ ഇതേ കയറുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഡീസൻറ്റിന് കാലിയാണ്, വിടുതലിക്ക് കാലിയാണ്. പിന്നെ വേറെ ഇല്ല. കാരണം എല്ലാം മാർക്കോയ്ക്ക് പോയി. പക്ഷേ ഇന്ന് ഫുൾ ഡേ അറിഞ്ഞിട്ട് മാർക്കോയുടെ നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് തീരുമാനം എന്താവുന്നുണ്ട്.